ഹലോ ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗെയിൻ. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. എന്തുണ്ടെന്ന് ഗ്ലോബൽ മാർക്കറ്റിലെ അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ നോക്കുമ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ പോസിറ്റീവാണ്, ബട്ട് S&P ആൻഡ് നാസ്ഡാക്ക് ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്നതായിട്ട് നമുക്കിവിടെ കാണാം. യൂറോപ്യൻ മാർക്കറ്റ്സും നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത് മോസ്റ്റ്ലി. ആൻഡ് ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ജാപ്പനീസ് മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേടുന്നുണ്ട്. ഹാങ്സങ് ആൻഡ് തായ്വാൻ വൈറ്റഡ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ പോസിറ്റീവ് ഫീൽഡിലാണ് പോകുന്നത്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നമുക്ക് നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി 37 പോയിന്റ് സബ്സൈഡ് ആണ്. 37 പോയിന്റ് സബ്സൈഡ് എന്ന് പറയുമ്പോൾ മേ ബി നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിഫ്റ്റി സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ്, ഒരു 20-30 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിലേക്കായിരിക്കും ഇന്ന് നീങ്ങുന്നതെന്നാണ് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത്. ആൻഡ് നമുക്കിപ്പോൾ നിഫ്റ്റി ഇന്നലെ നോക്കുവാണെങ്കിൽ തന്നെ നിഫ്റ്റി ഓക്കെ ഹോൾഡ് ഓൺ ചെയ്തു. ആ ഒരു അപ്സൈഡ് മൊമെന്റത്തിന് ശേഷം ലാസ്റ്റ് 2 ദിവസം മുന്നത്തെ അപ്സൈഡ് മൊമെന്റത്തിന് ശേഷം മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ഓൺ ചെയ്തു. കമ്പാരിറ്റീവ്ലി മൊമെന്റം ഇല്ലാതിരുന്ന ഒരു പോസ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒരു പോസ്, നോർമലി ഒരു അപ്സൈഡിന് ശേഷമുള്ള പോസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഇൻട്രാഡേ ലെവലൊന്ന് നമുക്ക് മൈന്യൂട്ട് ലെവലിൽ പരിശോധിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയ ഒരു ഇനി അടുത്ത ലിക്വിഡിറ്റി ഹണ്ടിങ് ആണ് നമ്മൾ പോസിബിലിറ്റി നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേഷൻ ആണ്, ഒരു ലിക്വിഡിറ്റി ഏരിയയ്ക്ക് താഴെയാണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. ഒരു സെല്ലിംഗ് പ്രഷർ നേടാൻ പോകുന്ന ഒരു സോണാണ് ഈ ഒരു ഏരിയ. ആ ഏരിയയ്ക്ക് താഴെ വന്ന് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. സോ അത് ഹെൽത്തി ആയിട്ടൊരു കൺസോൾട്ടേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ആൻഡ് ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് മൊമെന്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഈ ഒരു റേഞ്ചിലേക്കുള്ള അപ്സൈഡ് മൊമെന്റം ആണ്. ഒന്നെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത ശേഷം ഡൗൺ സൈഡ് വരാം, അല്ലാത്ത പക്ഷം ഈ ലിക്വിഡിറ്റി എടുത്ത് അപ്സൈഡ് പോവാം. കണ്ടിന്യൂവേഷൻ റാലി നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് കണ്ടില്ല, ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. സോ ഒരു രണ്ട് സൈഡിലേക്ക് ഉള്ള ഒരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 15 മിനിറ്റിൽ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ ഒരു ഡൗൺ സൈഡ് 26,949 എന്ന് പറഞ്ഞ ഈ സോണ് മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഡൗൺ സൈഡ് വന്നാൽ പോലും നമ്മൾ ടോട്ടലി ഒരു ബെയറിഷ് വ്യൂവിലേക്ക് പോവാതെ ഈ ഒരു ഏരിയാസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം മാർക്കറ്റ് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് സോൺസും താഴെ ഉള്ളത് മാർക്കറ്റിന്റെ ഡിമാൻഡ് ഏരിയാസ് ആണ്. സോ നമുക്ക് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കി വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ നിഫ്റ്റി നമ്മൾ പറഞ്ഞു, ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അവസ്ഥയും കൂടെ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി കണ്ടില്ലേ, സിമിലർലി ഉള്ള ഒരു പെർഫോം ചെയ്യുന്ന അവസ്ഥയാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. മാർക്കറ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള കൺസോൾട്ടേഷൻ ആണ്. അപ്പോൾ ഒരു ഈ ഏരിയയ്ക്ക് മുകളിലോ താഴെയോ മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ലിക്വിഡിറ്റി ഹണ്ടിങ്ങിന് ശേഷമായിരിക്കാം പ്രോപ്പർലി ഉള്ള മൂവ്മെന്റ് ഉണ്ടാവുക. അപ്പോൾ 60,000 കടന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് മാർക്കറ്റിൽ നിന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷകളുണ്ട്. അപ്പോൾ 60,000 ബ്രേക്ക് ചെയ്ത ശേഷം ഇനിയുള്ള ലെവൽസ് നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുവരേക്കും നമുക്ക് എന്താ നോക്കാം, ലോവറിലുള്ള ഡിമാൻഡ് ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈ ഒരു ഏരിയാസിലെ റിയാക്ഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 59,000, 58,789 ഇങ്ങനത്തെ റേഞ്ചസിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഒരുപാട് ഓട്ടോ സ്റ്റോക്സിൻ്റെയൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓട്ടോ സെക്ടറും അത്യാവശ്യം നല്ല രീതിയിൽ മൊമെന്റം ഉണ്ട്. നിങ്ങൾ ഈ മൊമെന്റ് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഓട്ടോ സെക്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക. സ്റ്റോക്സ് ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സ് ഒരുപാട് ഇനി വരാനുണ്ട്. ഇന്ന് കൊറോണ റെമഡീസിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് റിസൾട്ട് വരുന്നുണ്ട്. ആൻഡ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെത് ടോട്ടൽ ബിസിനസ് ഗ്രോസ്, ഡെപ്പോസിറ്റ് ഇൻക്രീസ്, ഗ്രോസ് അഡ്വാൻസ് സോഴ്സ് അങ്ങനെ ന്യൂസ് ഉണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലും അത്യാവശ്യം നല്ലൊരു റിസൾട്ട് വന്നിട്ടുണ്ട്. ഗ്രോസ് അഡ്വാൻസും ടോട്ടൽ ഡെപ്പോസിറ്റും ആൻഡ് എല്ലാം ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്കിനാണ് ടോട്ടലി ഉള്ള പോസിറ്റീവ് ആയിട്ടൊക്കെ ഒരുപാട് കാര്യം ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ ബിസിനസിന്റെ വളർച്ചയുണ്ട്, ഗ്രോസ് അഡ്വാൻസിന് ഡെവലപ്മെന്റ് വളർച്ചയുണ്ട്, ടോട്ടൽ ഡെപ്പോസിറ്റ്സിന് വളർച്ചയുണ്ട്. ഇപ്പം മന്ത്ലി ഓട്ടോ സെയിൽസ് നോക്കുകയാണെങ്കിൽ തന്നെ ഹുണ്ടായിക്കും ഹീറോ മോട്ടോകോപ്പിന് TVS മോട്ടോഴ്സിന് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടെന്നുള്ള കാര്യം ഓട്ടോ സെക്ടറിന് കുറച്ച് പോസിറ്റീവായിട്ടുണ്ട്. ഓക്കെ, വളരെയധികം നല്ല രീതിയിലുള്ള അപ്സൈഡ് മൊമെന്റം ഈ ഒരു സ്റ്റോക്സിലൊക്കെ നമുക്ക് ചിലപ്പോൾ മേ ബി പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഓക്കെ, പിന്നെ റെയിൽടെൽ കോർപ്പറേഷന് പുതിയ ഒരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ആസാം ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓറോബിന്ദോ ഫാർമയ്ക്ക് അക്വിസേഷൻ നടപടി പുതിയതായിട്ടുണ്ട്. ഫോർ ദ ഓങ്കോളജി പ്രിസ്ക്രിപ്ഷൻ ഫോർമുലേഷൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു അക്വിസേഷൻ നടക്കുന്നത്. അതിൻ്റെ പ്രോസസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ചധികം ന്യൂസസ് ഇങ്ങനെ മാർക്കറ്റ് നിലവിലുണ്ട്. ഓട്ടോ സെക്ടറിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഹുണ്ടായി, ഹീറോ മോട്ടോകോപ്പ് ആൻഡ് TVS മോട്ടോഴ്സ്. കാര്യം ടോട്ടൽ സെയിൽസും ഡൊമസ്റ്റിക് സെയിൽസും എക്സ്പോർട്ട്സും അത്യാവശ്യം നല്ല രീതിയിൽ സൂം ചെയ്തിട്ടുണ്ട് ഈ 3 കമ്പനികൾക്കും. സോ എന്തായാലും ഒരു ഓട്ടോ സെക്ടറിൽ അതിൻ്റെ ഫോളോ അപ്പ് മൂവ് നമുക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. ആദ്യം തന്നെ പറയട്ടെ, JSW എനർജി എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ട്. ഒരു ഡിമാൻഡ് ഏരിയ ഇവിടെ കണ്ടില്ല, ഒരു ബേസിൽ നിന്നും ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് പോയതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ ട്രേഡ് എടുത്ത കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു JSW എനർജിയിൽ. ആൻഡ് 529 വരെയൊക്കെ ആയിരിക്കും എൻ്റെ ടാർഗറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
470 460 റേഞ്ച്, ഈ ഒരു റേഞ്ച് അത്യാവശ്യം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ JSW Energy ഞാൻ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. ശേഷമുള്ള എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത് HEG ആണ്. HEG കണ്ടാൽ അറിയാം, ഒരു ന്യൂ ഹൈ തന്ന ശേഷം 672 വരെ പോയ ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്ന് റീടെസ്റ്റ് നടത്തുന്നുണ്ട്. സോ ഈ ഒരു ഏരിയ ഒരു 600 റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. 600 റേഞ്ച്, ഈ 600 റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ മൂവിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുള്ളത് ഹരിയോം പൈപ്സ് ആണ്. ഹരിയോം പൈപ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ബേസ് ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്തു ആൻഡ് സ്റ്റോക്ക് ഈ ഒരു ഏരിയയിലേക്ക് 400 റേഞ്ചിലേക്ക് ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനോ, ലൈറ്റ് ഗ്യാപ്പില്ലേ, അപ്പോൾ ഒരു 415 റേഞ്ച് വരേക്കും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള മൂവ്മെന്റ് ഞാൻ ഹരിയോം പൈപ്സിൽ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. എനിക്കെന്തോ ഒരു ഫുള്ളി ഒരു ടെക്നിക്കലി ഓക്കെ ആണെന്ന് തോന്നിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെന്റോ പുൾ ബാക്കോ ഒക്കെ ആയിരിക്കും ഞാൻ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ശേഷം കൂടുതൽ സ്റ്റോക്സ് ഉണ്ട് വാച്ച് ലിസ്റ്റിൽ ഇങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇട്ടേക്കുകയാണ്. പിന്നെ HSB ബാങ്ക് ആണ്. അപ്പോൾ ഓൾറെഡി ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്കാണ് ആൻഡ് 480 490 റേഞ്ച് വരെയൊക്കെ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുതിയൊരു ടെറിറ്ററിയിലേക്ക് കുറേ കാലത്തിന് ശേഷം പുതിയൊരു ടെറിറ്ററിയിലേക്ക് മാർക്കറ്റ് പോയതുകൊണ്ട് CSB ബാങ്കും എൻ്റെ വാച്ച് ലിസ്റ്റിനായിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂഷൻ ഈ ഡൗൺ സൈഡ് വരുമില്ല എന്നൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലൊരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഇനി അടുത്തിനെ CSB ബാങ്ക് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം കൂടുതൽ സ്റ്റോക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമ്മൾ തിരിച്ച് എല്ലാം അനലൈസ് ചെയ്ത് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.